എനിക്ക് അനുമോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അനുമോളെ കണ്ട എന്തായിരിക്കും പറയുന്നത്? ലവ് യു അത്രേ ഉള്ളൂ. വാന്നേ. കാരണം എനിക്ക് പിആർ എന്താ അറിയത്തില്ല. ഇപ്പോൾ ഈ ആദില നൂറ വിഷയത്തിൽ ലക്ഷ്മി സംസാരിച്ചൊക്കെ ജാൻമണിക്ക് വിഷമം ഉണ്ടായിരിക്കും വിഷമം ഉണ്ടായില്ല, ദേഷ്യമം ഉണ്ടായി. എന്ന് പറയുന്നത് ശരിയാണ്. അവളെ പറഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അവളുടെ വീട്ടിലല്ല നമ്മൾ ചോറ് സമ്പാടി കഴിക്കുന്നത്. നമസ്കാരം ജാൻമണി. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നത് ബിഗ് ബോസ് ആണ്, ഗ്രാൻഡ് ഫിനാലെയാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ നാട്ടിലുണ്ട്. പിന്നെ വന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എല്ലാം റീൽസ്, ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്ര നാൾ ബിഗ് ബോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് അനുമോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം കേരള ദിവസം മുതൽ ഇന്നത്തെ ദിവസം മുതൽ എല്ലാവരും അവൾക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സോ അവളുടെ പി ആർ തന്നെ അതാണ് എല്ലാവരും പി ആർ ചെയ്യുന്നത്. പി ആർ ചെയ്തിട്ടുള്ളത് ആൾക്കാർ ഭയങ്കര കുറവാണ്. കാരണം എനിക്ക് പി ആർ എന്താ അറിയത്തില്ല. തിരിച്ച് വന്നിട്ടാൽ എനിക്ക് വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നോമിനേഷൻ എത്ര നോമിനേഷൻ കൂടുതൽ കിട്ടും ആളിന് പുറത്തേക്ക് പോണേ. പുറത്തേക്ക് വോട്ട് കൊടുക്കുന്നില്ല. ആ വോട്ടിന് അനുസരിച്ചിട്ട് ആൾക്കാർ പോണേ. അത്ര പോലെ എനിക്ക് വിവരം ഉണ്ടായിട്ടില്ല. ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഓക്കെ പി ആർ പോണ മുന്നേ കുറേ ആൾക്കാർ ചോദിച്ചു ജാനു പി ആർ വേണം. കാരണം ഞാൻ ലാസ്റ്റ് മൊമെന്റ് ആണ് എൻ്റെ പ്രൊഫൈലിൽ വന്നേ. കാരണം ഞാൻ അതിന് മുതൽ ഞാൻ മിണ്ടായിരിക്കുന്നത്. സോ എല്ലാവരും ചോദിച്ചു. പിന്നെ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഫൈനാൻഷ്യലി ഞാൻ ഭയങ്കര എത്ര പൈസ കളയാൻ വേണ്ടി എൻ്റെ കയ്യിലേക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോലെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. സോ എല്ലാവരും ചെയ്യുന്നത് അതിനാണ് എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നും. സോ ഒബ്വിയസ്ലി എനിക്ക് അനുമോളനെ ഭയങ്കര ഇഷ്ടം. പിന്നെ അക്ബർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ അനുമോളെ എല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അത് ഗെയിം അല്ലേ. സോ അത് ഒരാളെ തകർക്കിന് വേണ്ടി ചെയ്യും. കാരണം അനുമോൾ ഫേക്ക് ആയിട്ട് അല്ല ഒരു എന്താ പറയുക അവളുടെ കാര്യം നോക്കി പോണ ഒരു പെൺകുട്ടിയാണ്. സോ അവൾക്ക് ടാർഗറ്റ് ചെയ്യുന്ന അവൾക്ക് ബ്രേക്ക് ചെയ്യുന്ന വേണ്ടി. സോ ജാൻമോണിയായിട്ട് ചില വിഷയങ്ങളൊക്കെ ശപിക്കും എന്നൊക്കെ പറയണതിന് ജാൻമോണിയായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ മനുഷ്യന്മാരെയാണ്. എല്ലാവരും മനുഷ്യന്മാർക്ക് വിഷമം പറയുന്നുണ്ടെങ്കിൽ ഏതാ രീതിയിലേക്ക് അല്ലെങ്കിൽ ഏതാ രീതിയിലേക്ക്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. മഹാഭാരതത്തിൽ നോക്കൂ. നമ്മളുടെ ഹിന്ദുക്കളുടെ ഒരു ഹിസ്റ്ററിയിൽ ഒരു മൈത്തോളജിക്കലി ഉണ്ടെങ്കിൽ ഋഷി മുനികളെ എല്ലാവരും ശാപം കൊടുക്കല്ലേ. സോ ഞാൻ അത് എക്സ്ക്യൂസ് ആയിട്ട് അല്ല. പക്ഷെ നമ്മളുടെ വിഷമം പറഞ്ഞ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ടൈമിൽ നമുക്ക് അങ്ങനെ തന്നെ പുറത്തേക്ക് വരും. എന്താ നടക്കട്ടെ നശിച്ചു പോട്ടെ അങ്ങനെയാണ് നമ്മൾ പറയത്തുള്ളൂ. എല്ലാ മനുഷ്യന്മാർക്ക് ആ വികാരമുണ്ടോ, ദേഷ്യം വരും. ആ ദേഷ്യം എക്സ്ട്രീം ലെവലിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഞാനിപ്പോൾ ജന്മനിയാണ് പറഞ്ഞത് എപ്പോഴും സ്ഥാപിച്ചിട്ട് ഇരിക്കുന്നതല്ല. പക്ഷെ ചിലപ്പോഴും ഒരു വർഷം ചിലപ്പോൾ ഓരോ ടൈമിൽ മനസ്സിൽ എത്ര വിഷയം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മനസ്സ് വെച്ചിട്ട് നമ്മൾ ശാപിക്കേണ്ട ആവശ്യകത ഇല്ലല്ലോ. മനസ്സിൽ ഓരോ ആളുടെ മനസ്സിലെ വിഷമം തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ശാപം കിട്ടും ഉറപ്പാണ്. പക്ഷെ നമ്മൾ ആ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആ ശാപം നമുക്ക് കിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശാപം കിട്ടും. അത് ഒരു മനുഷ്യന്മാരെയാണ്. ഞാൻ ശാപം കൊടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഹേറ്റേഴ്സ് ഒന്നുമില്ല. എനിക്ക് കളിയാക്കുന്ന മാത്രമേ ഉള്ളൂ ആൾക്കാർ. സ്നേഹമുണ്ടോ അത്രേ ഉള്ളൂ. ഇപ്പോൾ അനുമോളെയാണ് എല്ലാവരും കളിയാക്കുന്നത്. എല്ലാവരും ഇപ്പോൾ തിരിച്ച് ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്ത ആൾക്കാരടക്കം ഞാൻ കണ്ടിട്ടുണ്ട് ആക്രമിക്കുന്നത് അനുമോളെയാണ്. അതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടോ? ഒബ്വിയസ്ലി എനിക്ക് സങ്കടം തോന്നും. കാരണം എനിക്ക് ഫിനാലിൽ വിളിച്ചിട്ടുണ്ട് സ്കിറ്റിൻ്റെ വേണ്ടി ലാസ്റ്റ് ടൈമിലെ പോലെ. പക്ഷെ എനിക്ക് ബെഡ് ലക്ക് ഞാൻ പോകാൻ പറ്റത്തില്ല. സോ എനിക്ക് കല്യാണമുണ്ട് ബാംഗ്ലൂരിൽ. പിന്നെ എന്താണ് എത്താൻ പറ്റില്ല. ഓക്കെ. സോ ഒബ്വിയസ്ലി എനിക്ക് വിഷം വരും. കാരണം അവളെ കണ്ടിട്ടില്ല എനിക്ക് പാവം തോന്നും. അനുമോളെ കണ്ട എന്തായിരിക്കും പറയുന്നത്? ലവ് യു അത്രേ ഉള്ളൂ. ഇപ്പോൾ അക്ബറിന്റെ ഗെയിം ഇഷ്ടമാണെന്ന് പറഞ്ഞു. അക്ബറിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നത്? ഹീ ഡോണ്ട് ലൈക്ക് അവന് ഒരു ആവശ്യകത ഇല്ല സ്ഥലത്തിൽ പോയിട്ട് വാ തുറക്കില്ല. അവൻ്റെ കാര്യം നോക്കി ഒറ്റ അതിലേക്ക് പറഞ്ഞ കാര്യം പോലും നിരുത്തി പറയും. അതാണ് എനിക്ക് ഇഷ്ടം. അൺനെസസറി ദാറ്റ്സ് വാട്ട് എ മാൻ അല്ലേ. ആണെങ്കിൽ ഒരു അൺനെസസറി ടോപ്പിക്കിൽ പോയിട്ട് കൈവിടില്ല അല്ലേ, കൈ തരില്ല, ബസ് അൺനെസസറി സംസാരിക്കില്ല. ഹി ഈസ് വെരി ക്ലാസി. ഐ റിയലി ലൈക്ക്. ഇപ്പോൾ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ആദിലയും നൂറയും. അവരെത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? ഒബ്വിയസ്ലി നമ്മളുടെ ഞാനൊരു കാര്യം പറയട്ടെ. കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് ഒന്നുമില്ല. നമ്മളെല്ലാവരും ഓരോ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നിങ്ങളൊരു നോർമൽ മനുഷ്യന്മാരാണ്, ഞാനൊരു അബ്നോർമൽ, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. കാരണം നമുക്ക് നോർമൽ അല്ല, നിങ്ങളെ നോർമൽ അല്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഉണ്ടോ. ഞാൻ അതില നോടൊക്കെ കാരണം ഓരോ ആൾക്ക് നമുക്ക് സെക്സ്വലിറ്റി നോക്കിയിട്ടാണ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സ്വഭാവമാണ് നമ്മൾ നോക്കുന്നുണ്ട്.
കള്ളത്തറ പറയുന്ന കുറേ ആൾക്കാരേ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ പേരെ എത്ര ഗട്ട്സ് ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എത്ര നന്നായിട്ട് എത്ര ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്നത്, ഒബ്വിയസ്ലി ഐ ഹാവ് എ ലോട്ട്സ് ഓഫ് റെസ്പെക്ട് ഫോർ ദം. എനിക്ക് വളരെ റെസ്പെക്ട് ഉണ്ട് എൻ്റെ പേരെ വേണ്ടി. അതുപോലെ തന്നെ ജാനുവിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായ അഭിഷേകിൻ്റെ ഫ്രണ്ടാണ് നെവിൻ. നെവിൻ്റെ ഗെയിമൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? എന്നാ പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്. സോ ഒബ്വിയസ്ലി ഇപ്പം ടോപ്പ് 5 എത്തിയല്ലേ, അപ്പം ചെയ്യട്ടെ. അവൻ്റെ കാര്യത്തിൽ പോയിട്ട് നോക്കുന്നത്. നേരത്തെ പരിചയമുണ്ടോ നെവിനെ? ഒബ്വിയസ്ലി അറിയാം. നെവിൻ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇതെൻ്റെ കൂടുതൽ ഇങ്ങനെ തന്നെയാണ് എന്റർടൈൻമെന്റ്? ഇതെൻ്റെ കൂടുതൽ ബിഗ് ബോസിലെ അതിൻ്റെ കൂടുതൽ. പക്ഷെ അവന് എൻഡ് ഓഫ് ദ മൂമെന്റ് നമ്മളുടെ ആൾക്കാരല്ലേ. ഒബ്വിയസ്ലി ഫുഡിന്റെ ഒക്കെ കാര്യത്തിലോ? വാക്സിനത്തെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ദേഷ്യം. അത് ബിഗ് ബോസ് ഹൗസ് ആണ്. അത് പല പല സംഭവങ്ങളും നടക്കും. ലാസ്റ്റ് ടൈം ഈ സെയിം സംഭവം അർജുൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ക്യൂട്ട് പറയുന്നത് അല്ലേ. സോ ഓരോരോ ആൾക്കാർ നോക്കിയിട്ടാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. പിന്നെ ഹ്യൂമൻസ് ആണ്, നമുക്ക് ആ വീട്ടിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നും. ഇപ്പോൾ അനീഷിന്റെ ഒക്കെ ഗെയിം കാണാറുണ്ടോ? അനീഷ് സൈലന്റ് ആയി പോയി. എനിക്ക് അനീഷിക്ക് കളിയാക്കാൻ പറ്റത്തില്ല. അനീഷ് സൈലന്റ് ആയി പോയി. പിന്നെ അവന് ബിക്കം വെരി നൈസ്. അനീഷ് അനുമോളോടൊരു പ്രണയം പറഞ്ഞുകൊണ്ടാണോ സൈലന്റ് ആയി പോയത്? അതല്ല, ആ വീട്ടിൽ ഞാനൊരു കാര്യം പറയാം. അനുമോൾക്ക് ഇപ്പോൾ ഒരു ആളെ മുഖത്തിൽ നോക്കി സ്നേഹമുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ഫീലിങ്സ് ആണ്. ഞാൻ എപ്പോഴും ഓരോ ആളുടെ ഫീലിങ്സ് എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാൻ ആൾക്ക് തെറ്റ് പറയില്ല. ലെറ്റ്സ് സീ വരട്ടെ പുറത്തേക്ക്. അവരുടെ പ്രണയം കണ്ടപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയോ ജാനുവിന്? അതിൻ്റെ പൊപ്പഴായിട്ട് കണ്ടിട്ടില്ല. അതന്നാണ് കണ്ടിട്ടില്ല പറയാൻ പറ്റും. പക്ഷെ അത് ബിഗ് ബോസ് ഹൗസിൽ മാത്രം ഉണ്ടാവും. പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ വീട്ടിലെ നമുക്ക് പുറത്തേക്ക് ലൈഫ് അല്ല, ഈ വീട്ടിലെ ലൈഫ് മാത്രമേ ഉള്ളൂ കുറച്ചു. സോ ഈ വീട്ടിൽ ഉണ്ടാവുന്ന ടൈമിൽ അനുഭവിക്കുന്ന സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് വന്ന് കഴിഞ്ഞിട്ട് അത് നമ്മളെ മനസ്സിലുണ്ടാവില്ല. ഇപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് കുറേ ട്രോളുകളൊക്കെ കിട്ടിയ ആളാണ് താങ്കൾ. ഇപ്പോൾ ഇനി വരുമ്പോൾ അടുത്ത ഓരോ സീസൺ വരുമ്പോഴും ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ റിക്കവർ ചെയ്ത് വരുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് കുട്ടികളെ ഇഷ്ടം, കുട്ടികളെ എന്നെ ഭയങ്കര സ്നേഹിക്കുന്നത്. പിന്നെ ട്രോൾ ആവട്ടെ. വെൻ ഇറ്റ്സ് ട്രോൾ ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ഫേമസ്. സോ അതിൻ്റെ റിക്കവറി സെക്ഷൻ ഒന്നുമില്ല. എനിക്ക് എത്ര തേടി വിളിക്കുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ബിഗ് ബോസ് വീട്ടിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. കറക്റ്റ് അല്ലേ? ഇപ്പോൾ 2 വർഷം ആവാറായി. പക്ഷെ ഞാൻ ജന്മിൻഡാസ് ഇപ്പോഴും അലൈവ് ആണ് അല്ലേ. സോ അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്. അതാണ് ഞാൻ ബേസിക്കലി എനിക്ക് ഞാൻ ഭയങ്കര പാവമനെ ഒന്നുമില്ല. അതങ്ങനെയല്ല, ഞാനിങ്ങനെയാണ് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ ആദില നൂറ വിഷയത്തിൽ ലക്ഷ്മി സംസാരിച്ചൊക്കെ ജാൻമണിക്ക് വിഷമം ഉണ്ടായിക്കോ? വിഷമം ഉണ്ടായില്ല, ദേഷ്യമം ഉണ്ടായി. പക്ഷെ അവളെ എത്ര എഡ്യൂക്കേറ്റഡ് ഒരു ഗേൾ ഉണ്ടായിട്ട് പിന്നെ എങ്ങനെ രീതിയിലൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സി ഡോണ്ട് ഹാവ് ഹർ ബ്രെയിൻ. ഐ തിങ്ക് അവളെ സോബായിലെ ബാക്കിൽ പോയിട്ട് മന്ദന് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ദിസ് ബുൾഷിറ്റ്. എന്നാലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരി. അവളെ പറഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അവളുടെ വീട്ടിലല്ല നമ്മൾ ചോറ് സമ്പാടി കഴിക്കുന്നത്. അവളുടെ സ്ഥലത്തിൽ ഇരിക്കുന്ന മതി. അവളുടെ ലൈഫ് നോക്കണ മതി. അവളുടെ ലൈഫ് എത്ര കൊല്ലം പെർഫെക്റ്റ് ആയിട്ട് പോന്ന ഒരു സ്ത്രീയാണ്. അവളെ അതാണ് നോക്കണം. അവളെ വേറെ ആൾക്കാരുടെ വീട്ടിലെ ദോശ ഉണ്ടാക്കണം, സമ്പാടം ഉണ്ടാക്കണം, അതാ നോക്കണ വേണ്ടി അവളെ അവിടെ ഇരിക്കണ വേണ്ടി അല്ല. അവളുടെ ഗെയിം നോക്കണ പോന്നെ പോരെ. അവളൊരു നോർമൽ സ്ത്രീ അവന്റെ ക്യാരക്ടറിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവൾക്ക് ഇഷ്ടമാവുമോ? ആവില്ല. പിന്നെ അവളെ എന്താണ് വേണ്ടി അവളെ സോബാന്റെ ബാക്കിലായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അദില നോറയിലെ ബാക്കിലായിരിക്കുന്നത്. അദില നോറ അവളുടെ അത് ശമ്പളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അല്ലല്ലോ അല്ലേ. കറക്റ്റ് അല്ലേ? So they cannot say like that, and that's why I said no, I don't want to talk about that bullshit people. അങ്ങനെയല്ല, അവർ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഘട്ടം ഹൗസിന്റെ അകത്ത് പറഞ്ഞു. പുറത്ത് പറഞ്ഞിട്ട് വേറൊരു മൃഗങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ രീതിയിൽ പറഞ്ഞു. ഫസ്റ്റ് അവളെ പോയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് അവളെ എന്തൊക്കെ പറയണം അവരുടെ മനസ്സിൽ അത് സ്ഥിരം ആയിട്ട് പറയാം, ഒരു കാര്യം പറയാം. So she is not balancing her mentally. So I think that is her problem. ഇപ്പോൾ ബാക്കിയുള്ള ഷാനവാസിന്റെ ഒക്കെ ഗെയിം എന്തിനു തോന്നുന്നു? എന്ന് വെച്ചാൽ ആദില നൂറേനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പ്രൊട്ടക്റ്റ് ആരൊക്കെ പ്രൊട്ടക്ട് ചെയ്യില്ല വീട്ടിലെ. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും അതിച്ച് മറ്റ് വീട്ടിൻ്റെ പുറത്തേക്കാക്കി നമ്മൾ വിന്നറാവുന്നു, അതേ ഉള്ളൂ. ചിലപ്പോൾ ഒബ്വിയസ്ലി ഷാനവാസ് എന്താ പറയുന്നത് ആദില നൂറയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവനക്ക് ആ സിസ്റ്റർഹുഡ് എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആ വീട്ടിൽ തോന്നും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സപ്പോർട്ടീവ് സിസ്റ്റർ പ്ലസ് പാവം കുട്ടികളെ. ഇപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ തങ്ങൾ പോയിട്ട് സപ്പോർട്ട് ചെയ്യും, ഞാനും സപ്പോർട്ട് ചെയ്യും. സോ അങ്ങനെയാണ്, വേറെ ഒന്നും ഇത് ഉണ്ടാവത്തില്ല. ഗെയിം സ്ട്രാറ്റജി ദാറ്റ് ഡേ നോ അത് ഉള്ളിലേക്ക്. ഇപ്പോൾ ജിന്തു ചേട്ടൻ പല ഉള്ളിലേക്ക് എത്ര സ്നേഹമുണ്ടായി. പുറത്തേക്ക് വന്നിട്ട് ജിന്തുക്ക് എൻ്റെ കൂടെ കണ്ടോ?
ഇല്ല. കണ്ടിട്ടില്ല. ഒരു കോള്, ഒരു വിളി ഒന്നുമില്ല. സോ ഈവൻ ഐ ഡോണ്ട് വാണ്ട്. പക്ഷേ വീട്ടിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്ന സ്നേഹം പുറത്തേക്ക് ഇല്ല. സോ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് എക്സാമ്പിൾ അല്ലേ. ജിൻജാൻ പഴത്തെ ഒരു കൊമ്പോ ഉണ്ടായി, പക്ഷെ എവിടെയാ? അതാണ് വീട്ടിലെ. വീട്ടിന്റെ പുറത്തേക്ക് അത് ഉണ്ടാവില്ല. ഇപ്പോൾ ജാനുവിന് ആ ഗ്രൂപ്പ് അവിടെ നിന്ന് പോന്നിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആരാണ്? സോറി, ജാൻമണിക്ക് ഏറ്റവും കൂടുതൽ സൗഹൃദം ഹൗസിലുണ്ടായിരുന്നിട്ട് പുറത്തുള്ളത്? അഭിഷേക്. ഒബ്വിയസ്ലി അഭിഷേക് ഉണ്ടോ, ഗബ്രി, ജാസ്മിൻ, എനിക്ക് എല്ലാവരുടെ കൂടെ ആയി. പക്ഷെ ഏറ്റവും കൂടുതൽ ക്ലോസ് ഞാൻ അഭിഷേക്. ഫൈറ്റിംഗ് ചെയ്യാം, രണ്ടുപേരുടെ കുറ്റം പറയാം, പക്ഷെ ബ്ലോക്ക് ആക്കും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട്. അതാണ് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ഇപ്പോൾ ഈ സീസണിലുള്ള ഭയങ്കര അടിയാണ് ആദ്യം മുതലേ. നിങ്ങളുടെ സീസണിലൊന്നും ഇത്ര വഴക്കുണ്ടായിട്ടില്ല. പക്ഷേ ഈ വഴക്കുകൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ പണ്ടേ പറഞ്ഞ ഒരു ഇക്കോണമി ഫ്ലൈറ്റ് വന്ന് അറിയില്ല, ഒരു ക്വാളിറ്റി ഇല്ല. ആര് കപ്പടിക്കത്തോണ? എൻ്റെ മനസ്സിൽ എനിക്ക് പ്രേ ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, അനു. ഐ വാണ്ട് ടു സീ ഹർ ഇൻ ഉറ്റ്ക ബിക്കോസ് ഹി ഹാസ് സഫർഡ് എ ലോട്ട്. പക്ഷെ അനുമോള് കപ്പടിച്ചു കഴിഞ്ഞാൽ PR-ന്റെ ബലത്തിലാണ് കപ്പടിച്ചെന്ന് പറയില്ലേ? ആൾക്കാർ പല പല പറയും. ആ സെയിം കാര്യം ജിൻറ്റു ചേട്ടൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലല്ലോ. പെണ്ണുങ്ങളാണ് മാത്രം അങ്ങനെ പറയും, ആണുങ്ങൾ ചെയ്തിട്ടില്ല ഒന്നുമില്ല അല്ലേ. അതാണ് നമ്മളുടെ മനസ്സിലുള്ള തെറ്റ്. ഒരു പെണ്ണ് PR ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, പക്ഷേ ഒരു ആണ് PR ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റില്ല. ആ കാര്യത്തിൽ അർജുൻ PR ചെയ്തിട്ടുണ്ടായി, ജിൻറ്റു ചേട്ടന് PR ചെയ്തിട്ടുണ്ടായി. അതിന് എത്ര വിവരം, എത്ര വിശാലം, എത്ര കോൺട്രവേഴ്സി എന്താ ആവില്ലത്തെ? കറക്റ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ ജനങ്ങളെ ഫസ്റ്റ് വിചാരിക്കണം. ഒരു പെണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് ചീത്താണ്, അവളുടെ കയ്യിലേക്ക് എവിടെയാ ക്യാഷ് കിട്ടി, എങ്ങനെ ജിൻറ്റു ചേട്ടന് അർജുന് ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നത്. ഞാൻ ജിൻറ്റു ചേട്ടനും അർജുൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ടോപ്പ് 5 ടോപ്പ് 2 ഇരിക്കുന്ന ഓരോ ആൾക്കാരെയാണ് അല്ലേ. കറക്റ്റ് അല്ലേ? പിന്നെ ആ ക്വസ്റ്റ്യൻ എന്താണ് ജിൻറ്റു ചേട്ടനൊക്കെ അർജുനൊക്കെ ചോദിച്ചിട്ടില്ല. അതവിടെ PR അല്ലേ. കറക്റ്റ് അല്ലേ? PR ഇല്ലാത്ത ഏതാ ആൾക്കാർ ബിഗ് ബോസിലെ പോണ്? ബോംബെയിലെ നോക്കൂ, ഹിന്ദി ബിഗ് ബോസിലെ നോക്കൂ, തമിഴിലെ നോക്കൂ, നിങ്ങൾ ഇതാ നോക്കി ഇരിക്കണ്ട. ബിഗ് ബോസ് പോണ മീൻസ് PR ഇല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം അവിടെ താമസിക്കാൻ പറ്റത്തില്ല. കാരണം വേറെ ആൾക്കാരുടെ PR നിങ്ങൾക്ക് അടിച്ച് പുറത്തേക്ക് ആക്കും. സോ ഫസ്റ്റ് യൂസ് യുവർ ബ്രെയിൻ. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. അതിന്റെ കൂടുതൽ പറയാൻ വേണ്ടി എനിക്ക് ഒന്നുമില്ല. ഇല്ല, PR ഉണ്ടെങ്കിലും നന്നായി ഗെയിം കളിച്ചാൽ മാത്രമല്ലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ല, PR പുറത്തേക്ക് ഉണ്ടോ? ഈ വീട്ടിലെ ഉള്ളിലേക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതെങ്ങനെ പുറത്തേക്ക് വരും? കറക്റ്റ് അല്ലേ? ഇപ്പൊ ജിൻറ്റു ചേട്ടന് PR 50% ചെയ്യുന്നുണ്ടെങ്കിൽ ജിൻറ്റു ചേട്ടൻ ചെയ്തിട്ടാണ് PR കാണിക്കാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് അല്ലേ? അതെ. അതിന്റെ കൂടുതൽ എന്താ പറയാനുണ്ടോ? അതുപോലെ തന്നെയാണ് അനുമോൾക്കും. അനു ചെയ്ത് അതന്നെ PR ചെയ്യാൻ പറ്റും. അനു അത്ര ആൾക്കാർ അനുക്ക് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനു ഇൻ 100 days എത്രയായി? 99, 98 ആയി. So obviously she has the guts, she has the power. Let it be. ഒരു വർഷം ഈ വർഷം ജീവിക്കട്ടെ, അനുമോൾ ജയിക്കട്ടെ, ഒരു പെണ്ണ് ജയിക്കട്ടെ, എത്ര തോച്ച ജയിച്ച ഒരു കുട്ടി ജയിക്കട്ടെ. എനിക്ക് സത്യം പറയാൻ എനിക്ക് അനുമോളുടെ കൂടെ പേഴ്സണലി റിലേഷനേ ഇല്ല. ഞാൻ ഒരു 2 ടൈം കണ്ടിട്ടുള്ളൂ, അതിൻ്റെ കൂടുതൽ എനിക്ക് കണ്ടിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആ പെണ്ണ് ആ സ്ഥലത്തിൽ ചിലപ്പോൾ എനിക്ക് കാണുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഐ വാണ്ട് ഹർ ടു ബി. നൂറയ്ക്ക് എത്രത്തോളം ചാൻസ് തോന്നുന്നുണ്ട്? ജാൻമണിക്ക് തോന്നുന്നുണ്ട്? അത് എനിക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം അനു എപ്പോഴും സ്ക്രീനിലല്ലേ. നൂറ ഒബ്വിയസ്ലി ഇഫ് ദേ വിൽ ബോത്ത് വിൻ ദാൻ ഹിസ്റ്ററി വിൽ സീ. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ഇത്ര ആൾക്കാർ കണ്ടു, ഏറ്റവും കൂടുതൽ ഇപ്പൊ അനുമോളെ പറഞ്ഞു, അത് അനുമോളും അക്ബറേയും പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ഇഷ്ടം എന്തോളം? ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഇപ്പൊ ടോപ്പ് 5 ഇരിക്കുന്ന എല്ലാവർക്കും എനിക്ക് നല്ല ഇഷ്ടമുണ്ടോ. ലോട്ട്സ് ഓഫ് വിഷസ്. നിങ്ങൾ എല്ലാവർക്കും ജയിച്ച് വരണം. പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നാടകം ചെയ്യണം. അത്രേ ഉള്ളൂ. ബിഗ് ബോസ് 3 മാസം. ആഫ്റ്റർ ദാറ്റ് ഫോർഗെറ്റ്. നമുക്ക് ലൈഫ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.